മോട്ടീവ്. ബിസിനസ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അങ്ങ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഇത്ര ഈസിയുള്ളൊരു സാധനം വേറെ ഇല്ലാതാനും. എപ്പോ ഈ മോട്ടീവ് കറക്റ്റ് ആവുന്ന സമയത്താണ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം എന്താണോ അത് കറക്റ്റ് ആവുന്ന സമയത്താണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബ്രദർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു, കുട്ടികളൊക്കെ ആയി. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. മൂപ്പർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ മൂപ്പർക്ക് ചിന്തിച്ച് എന്ത് ബിസിനസ്സാ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടൊരു ബിസിനസ് തുടങ്ങി. അത് പൊട്ടി. ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കയ്യിൽ പൈസ ഉണ്ട്, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വന്ന് ബിസിനസ് ചെയ്യും. ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടും. ചിലപ്പോൾ അത് ചക്കയിട്ടപ്പോൾ മുയൽ ചത്തതുപോലെ അതങ്ങ് ക്ലിക്കാവും. ചിലപ്പോൾ മാത്രം. അത് എപ്പോഴും വർക്ക് ആവണം എന്നില്ല. അത് ചില സമയങ്ങളിൽ മാത്രമേ വർക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബിസിനസ്സുകാരായിട്ട് വലിയ രീതിയിൽ അതിനെക്കുറിച്ച് എക്സ്പാൻഡ് ചെയ്ത് പറയണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്ത് ബിസിനസ് തുടങ്ങുക എന്ന് വിചാരിച്ച് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പാടില്ല. ബിസിനസ് എന്തായിരിക്കണം, എപ്പോഴും ബിസിനസ് എന്തായിരിക്കണം. ചെറിയൊരു കഥ ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബിസിനസ്സുകാർ കേട്ടിരിക്കേണ്ട ഒരു കഥയാണ്. ഒരു ആൾതാമസമുള്ള ഒരു ദ്വീപിലേക്ക്, വലിയ രീതിയിൽ ടെക്നോളജി ഒന്നും എത്താത്ത ഒരു ദ്വീപിലേക്ക് 2 ചെരുപ്പ് കമ്പനിക്കാർ അവരുടെ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ പറഞ്ഞയച്ചു. ഇതൊരു ദ്വീപാന്ന് വിചാരിക്കുക. ഇത് 2 സ്റ്റാഫ്, ഒരു സ്റ്റാഫ് ഇവിടെ വന്നു, ഒരു സ്റ്റാഫ് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് അയാൾ പറഞ്ഞു, നമുക്കിവിടെ ഓപ്ഷൻ ഇല്ല. ഇയാൾ പറഞ്ഞത് നമുക്കിവിടെ ചെരുപ്പ് വിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഇവിടെ ആരും ചെരുപ്പ് ഇടൂല എന്നതാണ്. ഇവിടെ ആരും ചെരുപ്പ് ഇടാത്തതുകൊണ്ട് നമുക്കിവിടെ ചെരുപ്പ് കച്ചവടാക്കാൻ പറ്റില്ല, ഇവിടെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ കമ്പനീൻ്റെ ആൾ, ഇത് ഒന്നാമത്തെ കമ്പനി, ഇത് രണ്ടാമത്തെ കമ്പനീൻ്റെ ആൾ വന്നപ്പോൾ പറഞ്ഞ് നാളെ തന്നെ ഒരു കണ്ടെയ്നർ നിറച്ച് ചെരുപ്പ് ഇങ്ങോട്ട് ഇറക്കിക്കോ. ബിക്കോസ് ഇവിടെ ആരുടെ കാലിലും ചെരുപ്പില്ല, എല്ലാവരുടെ കാലിലും നമുക്ക് വിൽക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ആൾ ഇവിടെ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ആളിൻ്റെതാണ് കറക്റ്റ് മോട്ടീവ്. ഒന്നാമത്തെ ആള് ചെയ്ത കാര്യം മോട്ടീവ് അല്ല, അവിടെ മൂപ്പരുടെ പെർസെപ്ഷൻ, ആ ഒരു വ്യൂ തെറ്റായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആളുടെ മോട്ടീവും വ്യൂ ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് അയാൾക്ക് ഇവിടെ വലിയൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റി. കാരണം അവിടെ ആരും ചെരുപ്പിടുന്നില്ല, എല്ലാവർക്കും ചെരുപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഇയാൾ ചിന്തിച്ചത്. അവിടെ എന്താണുള്ളത്, ഇവിടെയുള്ള ആൾക്കാർക്കുള്ളത് ഒരു നീഡാണ്. ഇവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കണം ഒരു ബിസിനസ്. കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കിയിട്ട് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കണം ഒരു ബിസിനസ്. അല്ലാതെ നമ്മൾ പോയിട്ട് നമ്മുടെ ആഗ്രഹത്തിന് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ആ മാർക്കറ്റിന് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുക, അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്. ഞാൻ പറഞ്ഞു മോട്ടീവ് എപ്പോഴും നീഡിനെ സോൾവ് ചെയ്യുന്നതായിരിക്കണം. അവരുടെ നീഡിനെ സോൾവ് ചെയ്യുന്ന ബെസ്റ്റ് ഓർ ചീപ്പ്. ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസിൽ 2 ടൈപ്പ് കസ്റ്റമർ ഉണ്ടാവും. 2 അല്ല, പല ടൈപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോൾ 2 ടൈപ്പിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ഒന്ന് ബെസ്റ്റ് പ്രൊഡക്റ്റ് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ, 2 ചീപ്പ് പ്രൊഡക്റ്റ് എങ്കിലും വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ചീപ്പാണെന്നുണ്ടെങ്കിൽ വർത്തായിരിക്കണം, അല്ലെങ്കിൽ അധികകാലം നിൽക്കില്ല. ചീപ്പാണെന്നുണ്ടെങ്കിൽ അതിന് വർത്തായിരിക്കണം. ഇതിപ്പോൾ 100 രൂപക്കാണ് ഇവരൊരു പ്രൊഡക്റ്റ് വെക്കുന്നതെന്ന് വിചാരിക്കാം. 100 രൂപക്ക് 10ാം നമ്പർ പ്രൊഡക്റ്റ്, 10 ക്വാളിറ്റി ഉള്ള 10 സ്റ്റാർ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വെക്കുന്നതെങ്കിൽ ചീപ്പ് വെക്കുന്ന ആളിപ്പോൾ 10 രൂപക്ക് ഒന്നുള്ളതെങ്കിലും കൊടുത്തിരിക്കണം വർത്ത്. കണ്ടോ, ഇതിന്റെ വർത്തും സെയിം ആയിരിക്കും. 100ൽ 10 എന്ന് പറയുന്നതും 10ൽ 1 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷെ ഇവർ ഒരിക്കലും ചീപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. ഇവർ ചീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇതിന്റെ വർത്ത് വേണം. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലെങ്കിലും ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നല്ല, ഇത് 0.9 ആണെങ്കിലും കുഴപ്പമില്ല. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. എനിക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്ക് മിഠായി കിട്ടും. 10 രൂപക്ക് ഒരു പാക്ക് മിഠായി കിട്ടും, 100 എണ്ണമുള്ള മിഠായി. ഇത് ഇങ്ങനെ മാത്രമേ അവർ കൊടുക്കൂ, ഒരു പാക്കായിട്ട് മാത്രമേ കൊടുക്കൂ. പക്ഷേ ഇതെല്ലാവർക്കും അഫോർഡബിൾ അല്ല. മാർക്കറ്റ് മനസ്സിലാക്കുക. നമ്മൾ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ ആണോ അല്ലെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ 10 രൂപക്ക് കിട്ടുന്ന 100 മിഠായി എന്നുള്ളത് 1 രൂപക്ക് 10 മിഠായി എന്നുള്ള പാക്കറ്റ് ആക്കി കൊടുക്കണം. 1 രൂപക്ക് 10 മിഠായി എന്നുള്ള പാക്കറ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സെയിൽസ് കൂടും. അവിടെ മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാലും നമ്പർ ഓഫ് സെയിൽസിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും ആ നഷ്ടം നമുക്കിവിടെ നമ്പർ ഓഫ് സെയിൽസ് കൂടി. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഒരു ചീപ്പർ വൺ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സെയിൽസ് ഇൻക്രീസ് ആകുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഓഡിയൻസിനെ, ടാർഗറ്റ് ഓഡിയൻസ്, ബിസിനസ് സൈക്കോളജിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ബിസിനസ് എന്താന്ന് പറഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട്
ആ ഓഡിയൻസിന് വേണ്ടത് ഏതാണോ ആ സാധനം ഇട്ടുകൊടുക്കുക എപ്പോഴും മനസ്സിലാവണം. അടുത്ത ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ബൈ.